എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുമെന്ന് ഞാൻ വിചാരിക്കണം എല്ലാവരും. ഞാനും സുഖമായിട്ടിരിക്കണ്. ഈയിടെ എൻ്റെ ഓഫീസിലും കുറച്ച് തിരക്കുകളായിരുന്നു. പിന്നെന്താ വീട്ടിലും തിരക്കുകളുണ്ടായിരുന്നു. അതാണ് വീഡിയോ ഒക്കെ ചെയ്യാതിരുന്നത്. പിന്നെ ഞാൻ ഇന്ന് ഒരു പ്രത്യേക കാര്യം, കുറച്ച് പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാലും ഒരു 2 വാക്ക് പറഞ്ഞോട്ടെ. പണ്ടത്തെ ടീച്ചറായ നീത ഒന്ന് ഉണർന്നെണീറ്റ് വന്നതാണ്. വേറൊന്നും കൊണ്ടല്ല. ഞാൻ ഈയിടെ മെട്രോയിലാണ് യാത്ര ചെയ്യണേ. ആ സമയത്ത് ഞാൻ കണ്ട കാഴ്ചകളാണ് പറയുന്നത്. കുട്ടികളുടെ കാര്യമാണേ. കുട്ടികളെല്ലാവരും മെട്രോയിൽ കയറും. അതായത് എൻ്റെ മകൻ്റെ പ്രായമുള്ളവരടക്കം, സ്കൂൾ കുട്ടികളടക്കം ഞാൻ പറയുകയാണ്. എല്ലാവരും അങ്ങ് മെട്രോയിൽ കയറിയാൽ, നമ്മുടെ മുതിർന്നവരും അങ്ങനെ തന്നെയാണ്. പക്ഷേ കുട്ടികളുടെ കാര്യം ഒന്നും കൂടി പറയണം കേട്ടോ. വേഗം തന്നെ മൊബൈലെടുത്തു, കയ്യിൽ പിടിച്ചു, അങ്ങനെ ഇരിപ്പാം. അപ്പോൾ ഈ മൊബൈൽ കയ്യിൽ നിന്ന് മാറ്റുന്ന ശീലമില്ല. പക്ഷെ ഞാനൊന്ന് ആലോചിച്ചു. കാരണം ഈ മൊബൈൽ പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞ ദിവസം എനിക്കൊരു അബദ്ധം പറ്റി. വേറെ ഒന്നുമല്ല, ഞാൻ എൻ്റെ മോൻ്റെ മൊബൈൽ നമ്പർ മറന്നുപോയപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനെ എൻ്റെ വീട്ടിൽ എൻ്റെ ഡാഡിക്ക് അൽഷിമേഴ്സാണ്. അപ്പോൾ എനിക്ക് ഓർമ്മ നഷ്ടപ്പെടുന്നവരുടെ കാര്യങ്ങൾ, എനിക്ക് ഓർമ്മ നഷ്ടപ്പെടാമെന്ന് പറഞ്ഞാൽ എനിക്ക് മരിച്ചു പോകുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഞാൻ എൻ്റെ മോൻ്റെ നമ്പർ മറന്നുപോയപ്പോൾ ഞാൻ വളരെയധികം വിഷമിച്ചു. കാരണം എൻ്റെ ടച്ച് ഫോൺ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ നമ്പറുകളെല്ലാം മറക്കുന്നത്. പക്ഷേ എൻ്റെ മകൻ്റെ നമ്പർ ഞാൻ മറന്നുപോയല്ലോ, എൻ്റെ ദൈവമേ. പക്ഷെ മമ്മിയുടെ നമ്പർ ഓർമ്മയുണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ ഓർത്ത് ഈ ഫോൺ നമ്പറുകളൊക്കെ മറക്കുന്നത് എന്താണെന്ന് സെർച്ച് ചെയ്ത് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എൻ്റെ വായനാശീലം കുറഞ്ഞു. ഏത് നേരം മൊബൈലിൽ അഡിക്ഷനാണ്. എന്ത് കാര്യം, എന്ത് സെർച്ച് ചെയ്യണതും ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യും. നമ്മുടെ ഗൂഗിൾ അമ്മായിനെ വിളിക്കും. അപ്പോൾ ഈ ഗൂഗിൾ സെർച്ച് ചെയ്യാതെ നമ്മൾ പുസ്തകങ്ങളുടെ ഇനി അറിവ് സമ്പാദിക്കാൻ നോക്കുക എന്നാണ് ഞാൻ പറയുന്നത്. കുട്ടികളോടും മുതിർന്നവരോടും കൂടി പറയണം കേട്ടോ. കാരണം ഓർമ്മശക്തി കളയരുത്. ഓർമ്മശക്തി വേണം. നമ്മുടെ മരണം വരെ ഓർമ്മ നമുക്ക് കൂടെ വേണം. കാരണം ഞാൻ എൻ്റെ വീട്ടിൽ കാണുന്നതാണ് എൻ്റെ ഡാഡി ഓരോ കാര്യങ്ങളും ഓർത്തെടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നത്. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓരോ വീഡിയോയും നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഓരോ എന്താ പറയുക, കുഞ്ഞു നുറുങ്ങുകളും. ചിലർക്ക് ചിരി വരുന്നുണ്ടായിരിക്കും, ഇതെന്താ ഈ പറയണേന്ന്. എന്നാലും ചിലർക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ബൈ.